ഡെങ്കി, ചിക്കൻ ഗുനിയ, എലിപ്പനി തുടങ്ങിയ രോഗങ്ങൾക്ക് ജനങ്ങൾക്ക് സൗജന്യമായി രോഗനിർണയം നടത്തുക. ഒപ്പം പകർച്ചവ്യാധികളെ വരുതിയിലാക്കുന്നതിനായി പഠനം നടത്തുക. 2000 സംസ്ഥാന വൈറോളജി ഇൻസ്റ്റിറ്റ്യൂട്ട് ആലപ്പുഴ ജനറൽ ഹോസ്പിറ്റൽ ക്യാമ്പസിൽ സ്ഥാപിക്കുമ്പോൾ ഇതായിരുന്നു ലക്ഷ്യം. ബിഒഡി ഇൻക്യുബേറ്ററും ഫ്ലൂറസെന്റ് മൈക്രോസ്കോപ്പുകളും ഹോട്ട് എയർ ഓവനും റെഫ്രിജറേറ്ററുകളും അടക്കം കോടികൾ വിലമതിക്കുന്ന ഉപകരണങ്ങൾ വിദേശങ്ങളിൽ നിന്നടക്കം ഇതിനായി എത്തിച്ചു. എന്നാൽ റിപ്പോർട്ട് നടത്തിയ അന്വേഷണത്തിൽ ഈ ഉപകരണങ്ങളെല്ലാം തന്നെ ഇപ്പോൾ പൂട്ടിയിട്ട മുറികളിൽ ആർക്കും പ്രയോജനമില്ലാതെ തുരുമ്പ് പിടിച്ച് നശിക്കുന്നതായി കണ്ടെത്താൻ കഴിഞ്ഞു. ഇൻക്യുബേറ്റർ എന്തിനാ ഉപയോഗിക്കുന്നത്? ഈ ഇൻക്യുബേറ്റർ പോലെ തന്നെ നമ്മൾ ലാമിനാർ ഫ്ലോ ഒക്കെ കണ്ടില്ലേ, അപ്പൊ മൈക്രോബയോളജി ടെസ്റ്റ് നടത്തുന്ന സമയത്ത് അതിന് ഓരോ ഡിഗ്രിയിൽ വെക്കണം, ഓരോ സ്പെസിമെൻ. അപ്പൊ അതിന് വേണ്ടിയിട്ടുള്ളതാണ് ഇത്. ബയോളജി ഡോക്ടേഴ്സ് പോലും കണ്ടിട്ടില്ലാത്ത സൗജന്യ രോഗനിർണയം എന്നത് യാതൊരുവിധ സർക്കാർ ഉത്തരവും കൂടാതെ ഇൻസ്റ്റിറ്റ്യൂട്ടിലെ ജീവനക്കാർ തന്നെ നിർത്തലാക്കി. ജനങ്ങൾ പണം നൽകി പരിശോധനകൾ നടത്തുമ്പോഴാണ് ഈ തോന്നിയവാസം. ലാസ്റ്റ് 2015 ലാസ്റ്റ് ഒക്കെ വരെ 2015 വരെ ഫുള്ളായിട്ട് ഞങ്ങൾ വർക്ക് ചെയ്തായിരുന്നു. അത് കഴിഞ്ഞ് 1-2 സാമ്പിളൊക്കെ വരുമ്പോൾ നമ്മള് പിന്നെ അതുകൊണ്ട് 1, 2, 3 ഒക്കെ സാമ്പിൾ ഇങ്ങനെ ഇതിനു വേണ്ടി വരുമ്പോ നമുക്ക് അത് പറ്റാത്തത് കൊണ്ട് നമ്മൾ PH-ലേക്ക് തന്നെ കൊള്ളും. മെഡിക്കൽ കോളേജ് ഇൻസ്റ്റിറ്റ്യൂട്ട് പരിമിതമായ സാഹചര്യങ്ങളിൽ പ്രവർത്തിക്കുമ്പോഴാണ് ഇരുനില കെട്ടിടവും ഇത്രയധികം ഉപകരണങ്ങളും അനാസ്ഥ മൂലം നശിക്കുന്നത്. ഞങ്ങൾ അന്വേഷണത്തിനായി എത്തുമ്പോൾ ജീവനക്കാരിൽ ഭൂരിഭാഗവും മാസികകളിൽ മുഴുകിയിരിക്കുകയായിരുന്നു. തങ്ങൾക്ക് യാതൊന്നും ചെയ്യാനില്ലെന്ന് ഇവർ തന്നെ തുറന്നു സമ്മതിക്കുമ്പോൾ ശമ്പള ഇനത്തിൽ സർക്കാരിന് മാസം നഷ്ടം 5 ലക്ഷം രൂപയ്ക്ക് മേൽ. സാധാരണക്കാർക്ക് സൗജന്യ രോഗനിർണയം നടത്തേണ്ട കോടിക്കണക്കിന് രൂപ വിലമതിക്കുന്ന ഉപകരണങ്ങളാണ് ഈ കെട്ടിടത്തിനുള്ളിൽ ആർക്കും പ്രയോജനമില്ലാതെ തുരുമ്പ് പിടിച്ച് നശിക്കുന്നത്. ഒപ്പം ഒരു പണിയുമില്ലാതെ കഥ പറഞ്ഞ് ശമ്പളം വാങ്ങുന്ന ഉദ്യോഗസ്ഥരും. ആലപ്പുഴ ജനറൽ ഹോസ്പിറ്റലിൽ നിന്നും ക്യാമറമാൻ ബിനു അലോഷ്യസിനൊപ്പം ശരണ്യ സ്നേഹജൻ, റിപ്പോർട്ടർ.